ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. അപ്പോൾ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ചോറൂണാണ് ഇന്ന്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഗേൾ ഇതാ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നോട്ട് ചോറൊക്കെ കഴിച്ചാൻ പോവാണ്. പീലിക്കുട്ട റെഡിയായി. നമ്മളിതാ ചോറ് കൊടുക്കാനായിട്ട് ഇല ഇങ്ങനെയാണ് ഇല കട്ട് ചെയ്യണം. ഇങ്ങനത്തെ ഇലയല്ല, ഇങ്ങനെയല്ല, ഇങ്ങനത്തെ ഇലയല്ല, ഇങ്ങനത്തെ ഇല അല്ല മോനെ. വേറെ വേറെ ഇല കട്ട് ചെയ്യണം. ഫുഡ് കഴിക്കാൻ പോണ पीली पीली बुक करायची. पीली तर बुक का म्हणजे आपण बुक करता यायची. ലക്കിക്ക് ചോറ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞു പെണ്ണിന് ചോറ് കൊടുക്കുന്ന ദിവസമാണ് ഇന്ന്. എവിടെ വെച്ചാണ് എങ്ങനെയാണെന്നൊക്കെ നമ്മുടെ വീഡിയോ ഫസ്റ്റ് മുതൽ കണ്ടപ്പോൾ മനസ്സിലായല്ലോ. നമ്മൾ വീട്ടിൽ വെച്ച് തന്നെയാണ് ചോറ് കൊടുക്കുന്നത്. നമ്മുടെ ആരൂസിനും പേലിക്കും ഒക്കെ വീട്ടിൽ വെച്ച് തന്നെയാണ് ചേട്ടനാണ് ചോറ് കൊടുത്തത്. ആ സെയിം ഇത് തന്നെയാണ് നമ്മളിതാ കുഞ്ഞു പെണ്ണിനും ചെയ്യുന്നത്. നമ്മളിതാ വീട്ടിൽ വെച്ച് തന്നെയാണ് കുഞ്ഞു പെണ്ണിനും ചോറ് കൊടുക്കുന്നത്. നമ്മളങ്ങനെ വേറെ ആരെയും വിളിച്ചിട്ടില്ല. എൻ്റെ വീട്ടിൽ നിന്നോ ചേട്ടൻ്റെ വീട്ടിൽ നിന്നോ ആരെയും വിളിച്ചിട്ടില്ല. നമ്മൾ വളരെ ചെറിയ രീതിയിൽ ഇതാ മോൾക്ക് ചോറ് കൊടുക്കുകയാണ്. മക്കളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വീട്ടിൽ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. അച്ഛൻ്റെ മടിയിലിരുന്ന് കുഞ്ഞിപ്പെണ്ണിത ചോറ് കഴിക്കുവാണ്. 3 പേരുടെ എന്താഘോഷമായാലും നമ്മൾ വീട്ടിൽ വെച്ച് തന്നെയാണ് അത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അവരുടെ വളർച്ചയുടെ ഏത് തുടക്കവും നമ്മൾ വീട്ടിൽ വെച്ച് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ തന്നെയായിരിക്കും കേട്ടോ. മോള് ജനിച്ചത് ഇന്നലെ പോലെ തോന്നുന്നുണ്ടേ. നൂലുകെട്ടൊക്കെ കഴിഞ്ഞു. മോളിതാ ഇപ്പോൾ ചോറൊക്കെ കഴിച്ച് തുടങ്ങുന്നു. ഇനിയൊരു 6 മാസം കഴിയുമ്പോൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ കൂടെ. എത്ര പെട്ടെന്നാണല്ലേ ദിവസങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നത്. കുഞ്ഞിപ്പെണ്ണ് ആദ്യമായിട്ട് ചോറ് കഴിക്കുമ്പോൾ ആളുടെ എക്സ്പ്രഷൻസൊക്കെ കണ്ടോ. ചേട്ടൻ കൊടുത്തപ്പോൾ വായൊക്കെ തുറന്ന് അതെല്ലാം ഇങ്ങനെ കഴിച്ചൊക്കെ നോക്കുന്നുണ്ട്. ഞാനിപ്രാവശ്യം കുഞ്ഞിപ്പെണ്ണിൻ്റെ ഇലയുടെ അറ്റത്ത് കുറച്ച് ചോറ്, പിന്നെ കുറച്ച് പായസം, നമ്മൾ നേരത്തെ പായസമൊക്കെ ഉണ്ടാക്കിയിരുന്നല്ലോ, അങ്ങനെ പായസവും പിന്നെ ഇതാ കുറച്ച് പുളിയും മുളകും എണ്ണയൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നേ. അതായത് അവർക്ക് എരിവ് മധുരം അങ്ങനെയൊക്കെ കിട്ടണമല്ലോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. എനിക്കറിയാം എന്നുള്ള രീതിയിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് തട്ടിക്കൂട്ടി ഇതാ മോൾക്ക് ചോറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മൾ ചെറിയ രീതിയിൽ ഒരു കേക്ക് കട്ടിങ്ങും കൂടെ നടത്തുന്നുണ്ടേ. കേക്ക് കട്ട് ചെയ്യണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് നമ്മൾ കേക്കൊക്കെ വാങ്ങാൻ പോയിട്ടുള്ള ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. എൻ്റെ ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ എന്താ കേക്കൊക്കെ വാങ്ങി നമ്മളെല്ലാവരും കൂടെ കട്ട് ചെയ്തു. പിന്നെ കുഞ്ഞിപ്പെണ്ണ് കൊടുത്തില്ല കേട്ടോ. ആദ്യം ചേട്ടന് കൊടുത്തു, പിന്നെ 2 കുട്ടീസിനും കൊടുത്തു. പിന്നെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടുകാരെല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആരുമില്ല, നമ്മൾ മാത്രമായപ്പോൾ എന്തോ
ഒരു മിസ്സിംഗ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. കുട്ടീസിൻ്റെ ചോറൂണ് എപ്പോഴും നമ്മളിങ്ങനെ ചെറിയ രീതിയിലാണ് എടുക്കാറുള്ളത്, വലിയ ആർഭാടമായിട്ടൊന്നും എടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം കുഞ്ഞിപ്പെണ്ണിനും ചെറിയ രീതിയിൽ തന്നെ ചോറൂണൊക്കെ നടത്തി. ഞാൻ മോൾക്ക് കേക്കൊന്നും അങ്ങനെ വച്ചു കൊടുത്തില്ലായിരുന്നേ. അപ്പോൾ ചേട്ടൻ ലാസ്റ്റ് പറഞ്ഞു അവളുടെ സ്പെഷ്യൽ ഡേക്ക് മുറിച്ച കേക്കല്ലേ, ജസ്റ്റ് ഒന്ന് വച്ചു കൊടുക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് കൈ അവളുടെ നാക്കിൽ ഇങ്ങനെ തൊട്ട് നോക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയം എന്താണെന്നറിയില്ല, സങ്കടവും സന്തോഷവും ഒക്കെ നിറഞ്ഞൊരു നിമിഷമായിരുന്നു. നമ്മുടെ ആ ഒരു കുഞ്ഞ് സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ ഈ പായസമൊക്കെ എല്ലാം 3 പാത്രത്തിലാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. 3 വീട്ടിലായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. അങ്ങനെ ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം ഞാൻ എൻ്റെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് പിന്നെ ഇനി ചേൻ്റെ വീട്ടിൽ പോയിട്ട് കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ നിന്നൊരു മാരേജ് ഫംഗ്ഷനൊക്കെ പോകണം. അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ എൻ്റെ വീട്ടിൽ കൊടുത്തിട്ട് നേരെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അതുമാത്രമല്ല അനിയത്തി വീട്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഇന്ന് നേരെ അവൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അതിന് മുന്നേ അവൾ പോകുന്നതിന് മുന്നേ നമുക്ക് ഈ പായസമായിട്ട് അവിടെ എത്താമെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് നമ്മുടെ കാറിൽ പാട്ട് വയ്ക്കുമ്പോൾ പീലിക്കുട്ടിയുടെ എക്സ്പ്രഷനും ഡാൻസും ഒക്കെയാണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരി ഇതുപോലെ പാട്ടൊക്കെ ഇടുമ്പോൾ നല്ല എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ട് ഡാൻസ് കളിക്കും. പക്ഷെ നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് പിടിച്ചു നിർത്തിയാൽ ഈ എക്സ്പ്രഷനും വരത്തില്ല, ഡാൻസും വരത്തില്ല. ഇങ്ങനെ നോക്കി ഇങ്ങനെ മിഴിച്ച് നിൽക്കും. അങ്ങനെ അവളുടെ ഡാൻസ് കണ്ട് കണ്ട് വീടെത്തി. അങ്ങോട്ട് പോയപ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് ഉറക്കം പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ വോയിസ് എല്ലാം കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് നോക്കിയപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. നമ്മുടെ പീലിക്കുട്ടി ചോറ് കൊടുത്തപ്പോൾ കുഞ്ഞിപ്പെണ്ണ് വായിക്ക് ഇങ്ങനെ തുറന്ന് ഒമിറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ ഞാൻ വീഡിയോയിൽ കണ്ടു കേട്ടോ. ഇപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. അത് സംഭവം വേറൊന്നുമല്ല, നമ്മുടെ പീലിക്കുട്ടി ആദ്യമായിട്ട് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന് ചോറ് കൊടുത്തപ്പോൾ ആൾ മുഴുവനായിട്ടൊന്ന് കൊടുത്തതാണ്. അത് വിഴുങ്ങി ഇറക്കാൻ പറ്റാത്തതുകൊണ്ട് കുഞ്ഞിപ്പെണ്ണ് അതിലിങ്ങനെ നാക്കുകൊണ്ട് ഇങ്ങനെ തള്ളി വന്നപ്പോൾ ഒമിറ്റിംഗ് പോലെ തോന്നിയതാണേ. നമ്മളപ്പോൾ തന്നെ ആ ഒരു ചോറ് ഞങ്ങൾ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് അറിയില്ലല്ലോ, അവർ ഫസ്റ്റ് ടൈം അല്ലേ. നമ്മുടെ പീലിക്കുട്ടി ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു കുഞ്ഞു ആവയ്ക്ക് ചോറൊക്കെ കൊടുക്കുന്നത്. നമ്മുടെ കുട്ടീസ് വിചാരിക്കുന്നത് കുഞ്ഞിപ്പെണ്ണ് ചോറ് കൊടുത്ത് തുടങ്ങിയത് കൊണ്ട് തന്നെ അവർക്ക് കൊടുക്കുന്നത് പോലെ ചോറും കറികളും ഒക്കെ ഇപ്പോൾ തൊട്ട് കുഞ്ഞിപ്പെണ്ണും കൊടുക്കാമെന്നാണ്. ഇനി മുതൽ ഞാൻ വാവയ്ക്ക് ഫുഡ് കൊടുക്കും, നീ കൊടുക്കണ്ട ഞാൻ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. പക്ഷേ വീടിനകത്തോട്ട് കയറിയപ്പോൾ നമ്മുടെ ആദൂട്ടനും അനിയത്തി ഒന്നും ഉണ്ടായിരുന്നില്ലേ. നമ്മൾ ഏകദേശം വീട്ടിലെത്തിയപ്പോൾ തന്നെ 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആദൂട്ടനും അനിയത്തിയും കൂടെ നേരെ അവൻ്റെ വീട്ടിലും പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പായസം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ വീട്ടിൽ പായസമൊക്കെ കൊടുത്തിട്ട് നേരെ ചേച്ചിയുടെ വീട്ടിലോട്ട് വന്നു. ചേൻ്റെ സഹോദരിയുടെ വീടാണ്. അങ്ങനെ അവിടെയും വന്ന് പായസമൊക്കെ കൊടുത്തു. ഇവിടെ ഒരു കുഞ്ഞു ചെക്കനൊക്കെ ഉണ്ട് കേട്ടോ. ആ കുഞ്ഞു ചെക്കനെ കാണാൻ പോയ വീഡിയോസൊക്കെ ഞാൻ ചെറിയൊരു വ്ളോഗായിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ വീഡിയോസ് ഒന്നും കാണിക്കാത്തത്. ഞങ്ങൾ അവിടെ എത്തി അവർക്ക് പായസമൊക്കെ കൊടുത്തു. പിന്നെ കുട്ടീസൊക്കെ ആയിട്ട് കുറേ നേരം കളിച്ചു സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ പിന്നെ ചേൻ്റെ വീട്ടിലോട്ട് വന്നു. ഇതിനിടയ്ക്ക് നമ്മൾ ആ ഒരു മാരേജ് ഫംഗ്ഷനും പോയിട്ടുണ്ടായിരുന്നേ. ഞാൻ ആ ഫംഗ്ഷന് പോകുന്ന വീഡിയോസ് ഒന്നും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. മാരേജ് ഫംഗ്ഷനൊക്കെ പോയിട്ടാണ് ചേൻ്റെ വീട്ടിലോട്ട് വന്നത്. ഇവിടെ വന്നപ്പോൾ തന്നെ ഇതാ പീലിക്കുട്ടി നന്നായിട്ട് ഉറക്കം പിടിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി രണ്ടുപേരും ഇതാ കണ്ണും വീഴ്ച ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണ്. പീലിക്കുട്ടി നന്നായിട്ട് ഉറങ്ങുന്നുണ്ടായിരുന്നേ. നമ്മുടെ പീലിക്കുട്ടി സ്കൂളുള്ള ദിവസവും ഇല്ലാത്ത ദിവസമാണെങ്കിലും ഒരു വൈകിട്ട് ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ ഉറങ്ങും കേട്ടോ. ഇന്നിപ്പോൾ ഈ ചോറ് കൊടുക്കുന്നതിൻ്റെ ആ ഒരു ബഹളത്തിൻ്റെ ഇടയ്ക്ക് ആൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ആൾ ക്ഷീണിച്ചിങ്ങനെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഈ വീട്ടിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താ ഈ ഒരു ഊഞ്ഞാലാണേ. എനിക്ക് മാത്രമല്ല എൻ്റെ ആരോട്ടനും അതുപോലെ തന്നെയാണ്. അമ്മയോട് പിന്നെ കുഞ്ഞിപ്പെണ്ണിന്ന് ചോറ് കൊടുത്ത വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്ക് അമ്മ ഈ ഒരു റോസാപ്പൂവൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ കുഞ്ഞിപ്പെണ്ണിൻ്റെ തലയിൽ വെച്ച് കൊടുക്കാനായിട്ട്. ഞാൻ ഈ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ അമ്മയെ ഫോട്ടോയ്ക്കൊക്കെ വിളിക്കുമ്പോൾ അമ്മ ഇങ്ങനെ നേരെ നിൽക്കത്തൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ ചിരിച്ച് തിരിഞ്ഞൊക്കെ നിൽക്കുമായിരുന്നേ. അപ്പം ഞാൻ വിചാരിച്ചു അമ്മയ്ക്ക് ഫോട്ടോ എടുക്കാനൊക്കെ അമ്മ ഭയങ്കര ഷൈ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേങ്കിൽ ഞാനിപ്പോൾ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ അമ്മ നല്ല കൂളായിട്ട് നിന്ന് തരും കേട്ടോ. അതുകൊണ്ട് തന്നെ അമ്മയെ വീഡിയോയിൽ കാണിക്കാനായിട്ട് എനിക്ക് ഇൻട്രസ്റ്റ് കൂടുതലാണ്. ഇതേ കണ്ടില്ലേ, അമ്മ ഇപ്പോഴും വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഇങ്ങനെ ചിരിച്ചോട്ടൊക്കെ നിൽക്കുവാണ്. ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഞാനും എൻ്റെ 2 കുട്ടീസും ചേട്ടനും ഒക്കെ ആയിരിക്കും കൂടുതൽ വീഡിയോസിൽ വരുന്നത്. പിന്നെ എൻ്റെ അനിയത്തി, എൻ്റെ അമ്മ, അച്ഛൻ ഇവരൊക്കെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിന്ന് തരും. അവർക്കൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ അവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാനായിട്ട് തുടങ്ങി. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അമ്മയും ഇങ്ങനെ വീഡിയോസിനൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോസ് ചെയ്യാനായിട്ടൊരു പ്രചോദനം തരുന്നത്, മോട്ടിവേഷനായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നത് ഇവരൊക്കെയാണ് കേട്ടോ. പിന്നെ അനിയൻ്റെ കാര്യം പ്രത്യേകം പറയണ്ടല്ലോ. അവൻ പിന്നെ വീഡിയോസ് എടുക്കണ്ടെന്ന് പറഞ്ഞാലും ഞാൻ അവൻ്റെ വീഡിയോസൊക്കെ എടുക്കും. അതങ്ങനെയാണ് നമ്മൾ തമ്മിലുള്ള ബോണ്ടിങ്. ആ ചെക്കനെയും ഇതുപോലെയൊക്കെ മിസ് ചെയ്യാറുണ്ട്. എന്താഘോഷം വന്നാലും പുള്ളിക്കാരനും നാട്ടിലില്ല. അപ്പോൾ ആഘോഷങ്ങളുടെ സമയത്ത് മാത്രമല്ല അല്ലെങ്കിലും നമ്മൾ അവനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനും ആദൂട്ടനും ഒക്കെ ഒരുമിച്ച് ചോറ് കൊടുക്കാമെന്നാണ് വിചാരിച്ചതേ. പിന്നെ നോക്കിയപ്പോൾ അവൻ വന്നിട്ടായിരിക്കും നമ്മൾ ആദൂട്ടിന് ചോറ് കൊടുക്കുന്നത്. അവൻ വരുമ്പോൾ കുറച്ച് ലേറ്റ് ആവും. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ കുഞ്ഞിപ്പെണ്ണിന് നമ്മുടേതായിട്ടുള്ള രീതിയിൽ അങ്ങ് ചോറ് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചേ. നമ്മുടെ 2 കുട്ടീസിനെയും നമ്മൾ എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ കുഞ്ഞിപ്പെണ്ണിനെ നോക്കുന്നത്. നമ്മൾ അവർക്ക് ചെയ്തു കൊടുത്ത എല്ലാ കാര്യങ്ങളും കുഞ്ഞിപ്പെണ്ണും ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരു വേർതിരിവും 3 പേരോടും കാണിക്കുന്നില്ല. ഇതിപ്പോൾ ഇവിടെ പറയാനായിട്ട് കാര്യം, നമുക്ക്
നമുക്ക് മൂന്നാമതൊരാൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ കുറച്ച് പേരൊക്കെ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു, നമുക്ക് നമ്മൾ 2 കുട്ടീസിനെ വളർത്തിയതുപോലെ അല്ല ഇനിയുള്ളത്, നമുക്ക് ഇവർക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്തു കൊടുക്കാനായിട്ട് പറ്റില്ല എന്നൊക്കെ. ഫിനാൻഷ്യലി നമ്മൾ ഇത്തിരി ബാക്കിലോട്ടാണെങ്കിലും നമ്മൾ 3 കുട്ടീസിനെയും ഒരുപോലെയാണ് കാണുന്നതും 3 പേർക്ക് ഒരുപോലെയാണ് ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. അതിപ്പോൾ എന്ത് തന്നെ ആയാലും അത് സ്നേഹമാണെങ്കിലും അങ്ങനെയാണ്, 3 പേരെയും നമ്മൾ ഒരുപോലെ തന്നെയാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിലും പായസമൊക്കെ കൊടുത്ത് കുറേ നേരം വീട്ടിലൊക്കെ ഇരുന്നിട്ട് രാത്രിയായപ്പോഴാണ് നമ്മൾ തിരിച്ചു പോകാനായിട്ട് ഇറങ്ങിയത്. വിശേഷങ്ങളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല. വീഡിയോസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.